ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ നല്ല സമയത്തിനായി അപ്പച്ചാ നന്ദിയോട് തിരുവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവമേ, ഒരു പ്രാവശ്യം നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നീ ഞങ്ങൾക്ക് ഒരുക്കി തന്ന നല്ല സന്ദർഭത്തിനായി എൻ്റെ ദൈവത്തെ ഞാൻ വാഴ്ത്തുന്നു. അപ്പച്ചാ, നീ ഞങ്ങൾക്ക് നല്ലവനായിരിക്കാനുള്ള സ്തോത്രം, മതിയായവനായിരിക്കാനുള്ള സ്തോത്രം, ഞങ്ങളെ കാണുന്നൊരു ദൈവമായിരിക്കാനുള്ള സ്തോത്രം, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമായിരിക്കാനുള്ള സ്തോത്രം. അന്ത്യത്തോളം ഞങ്ങളെ നടത്തുന്ന ഞങ്ങൾക്ക് വാഗ്ദത്തം തന്ന് ഇത്രത്തോളം നടത്തി വന്നല്ലോ, അതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ഓരോ പ്രതിസന്ധികൾ, ഓരോ കർത്താവേ സ്തോത്രം, ആപത്തായിരുന്ന സന്ദർഭങ്ങൾ, ദൈവമേ, ഞങ്ങളുടെ മരണത്തിൻ്റെ അവസ്ഥകൾ, എത്രയോ പട്ടിണികൾ, നിന്ദകൾ, അപമാനങ്ങൾ, എത്രയോ വേദനകൾ, കഷ്ടപ്പാടുകൾ എല്ലാം സഹിച്ച് ഇത്രത്തോളം നിന്റെ പൊന്നു പാദപീഠത്തിൽ വന്നിരുന്ന് നന്ദിയുള്ള കുഞ്ഞുങ്ങളായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ശക്തീകരിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ, അതിനായി സ്തോത്രം. ആ തരുണങ്ങളെല്ലാം ഞങ്ങൾക്കൊന്ന് കടന്നു വരുവാൻ നീ ഞങ്ങളെ ശക്തീകരിച്ചനായി സ്തോത്രം. ഞങ്ങൾ വന്നതല്ല പച്ചാ, നീ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കാനായി സ്തോത്രം. ഞങ്ങളെ കൈപിടിച്ച് നടത്തിയനായി സ്തോത്രം. ചെയ്തെല്ലാ ഉപകാരങ്ങൾക്കാകെ സ്തോത്രം. ഇത്രത്തോളം നടത്തിയവൻ, ഇനി നടത്തുവാൻ മതിയായവൻ, ശക്തനെന്ന് പറഞ്ഞ് നിന്റെ പാദത്തെ ഞങ്ങളെ സമർപ്പിക്കുന്നു. അതിനെ താഴ്ത്തണം യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പുനർനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഈ നെമേജി ഗോസ്പൽ വോയിസ് മൂലമായി എന്നോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തെ ഞാൻ വന്ദനം പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച 1193 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുന്നു. ഒരു വാക്യം നമുക്ക് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ ദൈവത്തിന് സ്തോത്രം 26-ാമത്തെ വാക്യം, 27-ാമത്തെ വാക്യം. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം, നിന്റെ നീളത്തോടൊരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ മേലെയും താഴെയുമുള്ള വചനങ്ങൾ, വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ്. ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ ഈ വിചാരങ്ങൾ വന്നിരിക്കുകയാണ്. നമുക്ക് പടവുണ്ടായിരുന്നു, വലയുണ്ടായിരുന്നു, ജീവിക്കാൻ ഒരു മാർഗമുണ്ടായിരുന്നു. ഈ യേശുവിൻ്റെ വിളി കേട്ട് അല്ലെങ്കിൽ ശബ്ദം കേട്ട് നമ്മൾ ഒന്നും ചിന്തിക്കാതെ നമ്മൾ ഇറങ്ങി തിരിച്ചു. ഇനി എങ്ങനെ ജീവിക്കും, എങ്ങനെ നമ്മുടെ കുടുംബത്തെ പുലർത്തും, എങ്ങനെ നമ്മൾ കഴിക്കും, എങ്ങനെ നമ്മൾ ഉടുക്കും, ഇങ്ങനെയുള്ള ആ വിചാരങ്ങൾ ഇവരെ ക്ഷീണിപ്പിക്കാൻ തുടങ്ങി, തളരാൻ തുടങ്ങി, അവര് മുഖം വാടാൻ തുടങ്ങി, പേടിക്കാൻ തുടങ്ങി. യേശു ഇത് അറിഞ്ഞു. യേശു അറിഞ്ഞിട്ട് അവരോട് പല കാര്യങ്ങൾ പറഞ്ഞും അവരങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. ആ വിശ്വസിക്കാത്ത സമയത്താണ് യേശു ആകാശത്തിലെ പറവകളെ നോക്കുവീൻ. ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിലും ആ പറവകളോടൊന്ന് ചോദിയിര്, നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത്? നിങ്ങൾക്ക് ATM കാർഡുണ്ടോ? റേഷൻ കാർഡുണ്ടോ? പഞ്ചായത്ത് മെമ്പർ ഉണ്ടോ? നിങ്ങൾ ഏത് കക്ഷി, ഏത് പാർട്ടിക്കാരാണ്? പാർട്ടി മെമ്പറെല്ലാം നിങ്ങൾക്കുണ്ടോ? ഇതെല്ലാം ഒന്ന് ചോദിച്ചു നോക്ക്. ആ പറവകൾ എന്ത് പറയും നിങ്ങൾക്കപ്പം അറിയാം. പക്ഷികൾ എന്ത് പറയും നിങ്ങൾക്കറിയാം. പക്ഷികൾ എന്തോ പറയുന്നത്? അവിടെ പറയുന്ന ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല. പക്ഷി പറയും, ഞങ്ങൾക്ക് വിതയ്ക്കാൻ അറിയത്തില്ല, ഞങ്ങൾ വിതയ്ക്കുന്നില്ല, ഞങ്ങൾ കൊയ്യുന്നുമില്ല, ഞങ്ങൾ കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, ഞങ്ങൾക്കൊരു ഡിപ്പോസിറ്റുമില്ല, ഞങ്ങൾക്ക് ATM കാർഡില്ല, ഞങ്ങൾക്കൊരു ആരും ഫോറിൻ മക്കളൊന്നും ഞങ്ങൾക്ക് പോയിട്ടില്ല, ഒരു കൺട്രിയിൽ നിന്ന് ഞങ്ങൾക്കൊന്നും വരുന്നില്ല. പക്ഷേ ഞങ്ങൾ സന്തോഷമായിരിക്കുന്നു, ഞങ്ങൾക്കൊരു ദോഷവും വരുന്നില്ല. ഞങ്ങളുടെ സൃഷ്ടിതാവ്, ഞങ്ങളെ ജീവനോട് ഈ ലോകത്തിൽ ജനിപ്പിച്ച ആ ദൈവം ഞങ്ങളെ പുലർത്തുന്നു, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒരു നാൾ ഞങ്ങൾ പട്ടിണി കിടക്കുന്നില്ല, ആരുടെയും പടിവാതിക്കെ പോയി ഞങ്ങൾ ഭിക്ഷ ചോദിക്കുന്നില്ല, ഒരു മനുഷ്യനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങളെ സൃഷ്ടിച്ച ഞങ്ങളുടെ സൃഷ്ടിതാവ് ഞങ്ങളെ നടത്തുന്നു. ഇതാണ് ഈ പക്ഷികളെല്ലാം പറയുന്ന കാര്യം. അവിടെ പറയുന്ന ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയെ ദൈവമാ പുലർത്തുന്നത്. എന്തുമാത്രം പറവകൾ, എന്തുമാത്രം മൃഗങ്ങൾ, എന്തുമാത്രം കടൽ മത്സ്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ദൈവം എങ്ങനെ പോഷിപ്പിക്കുന്നത്? എത്ര $1 മില്യൺ പണം വേണം ഒരു ദിവസത്തിനുള്ള ആഹാരത്തിനുള്ള ചെലവിന്? ഇതുങ്ങൾക്കൊല്ലം ചെലവാകുന്നുണ്ട്? ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നത് നന്നായി ശ്രദ്ധിക്കണം, കൂട്ടിവെക്കുന്നതിന്. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ്, അവകളേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ നിന്റെ നീളത്തോടൊരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? അപ്പൊ വിചാരപ്പെടരുതെന്ന്, കുഞ്ഞുങ്ങളെ കുറിച്ചോ
ഭാവിയെക്കുറിച്ചോ നമ്മുടെ ഭവനത്തെക്കുറിച്ചോ നമ്മുടെ ജോലിയെക്കുറിച്ചോ, ജോലി ഇല്ല അല്ലെ ജോലി ഉണ്ട്, കുഞ്ഞുങ്ങളില്ല കുഞ്ഞുങ്ങളുണ്ട്, വിവാഹം നടന്നു വിവാഹം നടന്നിട്ടില്ല, വീടുണ്ട് വീടില്ല, ഏത് സ്ഥിതിയായിരുന്നാലും നിങ്ങൾ വിചാരപ്പെടരുത്. വിചാരപ്പെട്ടാൽ ഒരു മുഴം നിങ്ങളെ കൊണ്ട് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റത്തില്ല എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, അതിനെല്ലാം ഞാൻ നിങ്ങൾക്കൊരാൾ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. താഴോട്ട് പോയി നോക്കിയാൽ സാലോമോനെ സാക്ഷിയാകെ വെച്ച് സംസാരിക്കുന്ന പുഷ്പങ്ങളെ, കാട്ടിലെ പുഷ്പങ്ങളെ പോയി നോക്കാൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. സാലോമോൻ പോലും അങ്ങനെ ഉടുത്തിട്ടില്ലെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ നല്ല വസ്ത്രം ഇന്ന് നമ്മൾ ഉടുക്കുവാനും, നല്ല വീട്ടിൽ കിടക്കുവാനും, നല്ല ഭക്ഷണം കഴിക്കുവാനും നമ്മുടെ ആരുടെയും മിടുക്കല്ല, നമ്മൾ കഷ്ടപ്പെട്ടത് കൊണ്ടല്ല, നമ്മൾ ഉറക്കളച്ചത് കൊണ്ടല്ല. നിങ്ങൾ പറയാം, എന്റെ കഷ്ടപ്പാടാണ്, ഞാൻ രാത്രിയും പകലും അധ്വാനിച്ചു, ഉറക്കമില്ലാതെ അധ്വാനിച്ചു, ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി പാടുകൾ സഹിച്ചു. സത്യമാണ്. പക്ഷേ ആ സമയത്തെല്ലാം ജീവൻ പോകാതെ, കൈകാൽ മുറിയാതെ നടത്തിയതാരാണ്? ഇന്ന് വരയ്ക്കും നടത്തിയത് ആരാണ്? ഭയങ്കര കൊറോണ വന്നല്ലോ, നമ്മൾ ചത്തുപോയോ? എന്തുമാത്രം രോഗങ്ങൾ വന്നു, മരണസ്ഥിതിയിലേക്ക് നമ്മൾ പോയി, മരണത്തിന്റെ വെളുമ്പിൽ വരയ്ക്കും നമ്മൾ പോയി. നമ്മൾ ജീവിക്കുന്നു, നമ്മൾ ജീവനോടിരിക്കുന്നു, കഴിക്കുന്നു, ഉടുക്കുന്നു, ഉറങ്ങുന്നു. ആരാലാണ്? നമ്മുടെ ദൈവത്താല്. നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഒന്നുകൊണ്ടും നിങ്ങൾ വിചാരപ്പെടണ്ട. ഒന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ കുറിച്ച് വിചാരപ്പെടണ്ട, ഭവനത്തെ കുറിച്ച് വിചാരപ്പെടണ്ട. ഡോക്ടർമാർ നല്ല റിപ്പോർട്ട് കൊടുത്തോ, ഭയങ്കര രോഗമാണോ, തീരാത്ത രോഗമാണോ, മാരക രോഗമാണോ, ഒന്നുകൊണ്ട് വിചാരപ്പെടണ്ട. ജീവൻ തന്ന ദൈവം, ആ ദൈവത്തിന് മാത്രമേ ജീവൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ജീവൻ തന്ന ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കും. ആ ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. ആ ദൈവം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മുഖത്തും തന്റെ കലവറ തുറന്ന് ആവശ്യം പോലെ നിങ്ങൾക്ക് തരും. തൃപ്തിയാക്കും ദൈവം. ആ ദൈവത്തിൽ പൂർണ്ണമാകെ ആശ്രയിക്കുക. ആ ദൈവത്തിന്റെ മേൽ നിങ്ങൾ വിശ്വാസത്തെ വയ്ക്കുക. ഒന്നുകൊണ്ടും പതറരുത്, ഒന്നുകൊണ്ട് പരിഭ്രമിക്കരുത്, ഒന്നുകൊണ്ട് പേടിക്കരുത്. ഒരു മിനിറ്റും കൂടി നിങ്ങൾ വിചാരപ്പെടരുത്. സകലത്തെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ദൈവം നടത്തും. ഇത്രത്തോളം നടത്തിയ ദൈവം ഇനി നിങ്ങളെ നടത്തും. ഇത്രത്തോളം കാത്തു സൂക്ഷിച്ച ദൈവം ഇനി നിങ്ങളെ കാത്തു സൂക്ഷിക്കും. ഇന്ന് വരയ്ക്ക് ഉടുക്കാനും ഉണ്ണാനും കിടക്കാനും ആമേൻ സഹായിച്ച ദൈവം ഇന്ന് നിങ്ങളെ സഹായിക്കും. ഒന്നുകൊണ്ട് പരിഭ്രമിക്കരുത്, ഒന്നുകൊണ്ട് വിഷമിക്കരുത്. നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും നമ്മൾ കൊണ്ടുപോകാനും പോകുന്നില്ല. നമ്മൾ നഗ്നരായിട്ടാണ് വന്നത്, നഗ്നരായിട്ടാണ് തിരിച്ചു പോകാൻ പോകുന്നത്. ഈ ലോകം നമുക്ക് മായയാണ്. ഈ ലോകത്ത് നിങ്ങൾ വീണു പോകരുത്, നിങ്ങൾ മയങ്ങിപ്പോകരുത്. പ്രത്യാശയോട് കാത്തിരിക്കുക. ഈ ലോകം നമുക്ക് സ്വന്തമാനതല്ല. നമ്മൾ അന്യരും പരദേശികളുമാണ്. നമുക്കൊരു നിത്യ ഭവനമുണ്ട്, അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. വിളിച്ചവൻ വിശ്വസ്തനാണ്. ഇത്രത്തോളം നടത്തി, ഇനി നിങ്ങളെ നടത്തും, അന്ത്യത്തോളം നടത്തും. കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, ഒരു നാളും മറക്കയില്ല, ഒരു നാളും തള്ളിക്കളയില്ല. ആ ദൈവത്തിൽ ആശ്രയിക്കുക. ദയവ് ചെയ്ത് എന്നോട് കൂടെ ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ഞാൻ വിളിച്ചു പറയുന്നത്, നിങ്ങൾ ഒന്നുകൊണ്ട് വിചാരപ്പെടരുത്. ഒന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ ദൈവം തന്നെങ്കിൽ അവർക്കൊരു ദൈവം കരുതും. ഭവനം ദൈവം തന്നെങ്കിൽ ദൈവം കരുതും. നിനക്കൊരു നല്ല ഭാര്യയെ തന്നോ, നല്ലൊരു ഭർത്താവിനെ തന്നോ, കർത്താവ് നിങ്ങളെ നടത്തും. എല്ലാ വിധത്തിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കും. നിങ്ങൾക്കൊന്നിന്റെ മുട്ടുണ്ടാകയില്ല. തീർച്ചയായിട്ടും ഞാൻ പറയാണ്, മുട്ടുണ്ടാകയില്ല. അവനെ ദൈവത്തെ ആശ്രയിക്കണം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുന്നത് അവിടെ ചുമ്മാ ദാവീദ് പറഞ്ഞതല്ല. ആ ഇടയനുള്ളിടത്തോളം കാലം നിങ്ങൾ ഒന്നുകൊണ്ട് പരിഭ്രമിക്കേണ്ട. അതുകൊണ്ട് ഈ വചനത്തിന്റെ മേലെയും താഴെയുമുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് ഒന്ന് ബലപ്പെടുക. ഇന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനെയും കൊണ്ട് വിചാരപ്പെടരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഇതുമായി സ്നേഹിക്കുന്ന വാത്സല്യ നല്ല കർത്താവേ, ഈ നല്ലൊരു ആലോചന ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ലോകം മുഴുവനും പണക്കാരനാണാലും പണമില്ലാത്തവനാണാലും വിദ്യാഭ്യാസം ഉള്ളവനാണേലും വിദ്യാഭ്യാസം ഇല്ലാത്ത, ഉയർന്നനോ താഴ്ന്നനോ ആരായിരുന്നാലും എല്ലാവരുടെ മനസ്സിനകത്തും ഈ വിചാരങ്ങളാണ്. പണമുള്ളവൻ ഇത് എവിടെ കൊണ്ടുവയ്ക്കും, എങ്ങനെ ഇത് സൂക്ഷിക്കും, ഇല്ലാത്തവൻ എങ്ങനെ മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കും, ഇതാണ് ചിന്തിക്കുന്നത്. ഈ പക്ഷികളെല്ലാം നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൽ അവിടെ പറയുന്നത് കണ്ട ദൈവത്തിന് സ്തോത്രം. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ. ആ പറവകൾക്ക് വീടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അതിന് റേഷൻ കാർഡുണ്ടോ? ATM കാർഡുണ്ടോ? ഗവൺമെന്റിന്റെ വല്ല സപ്പോർട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അതുങ്ങൾ വീട് പണിയുന്നു, അതുങ്ങൾ കുഞ്ഞുണ്ടാക്കുന്നു, അതുങ്ങൾക്ക് സന്തതികൾ വർദ്ധിക്കുന്നു, അതുങ്ങൾ സുഖമായിട്ട് കഴിക്കുന്നു. എവിടെങ്കിലും പറവകൾക്ക് വേണ്ടി ഹോസ്പിറ്റൽ കെട്ടിവെച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. കോർട്ടുണ്ടോ? വക്കീലുണ്ടോ? ഒന്നുമില്ലല്ലോ. അതുങ്ങൾ സന്തോഷമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെങ്കിൽ അവകളെ പോഷിപ്പിക്കുന്നതിനെക്കാട്ടിലും നിങ്ങൾ വിശേഷമുള്ളവരാണ്. അതിനെക്കാട്ടിലും അവിടെ ദൈവം എത്രമാത്രം വ്യക്തമായിട്ടാണ് അവിടെ പറയുന്നത്. ആമീൻ. ദൈവത്തിന് സ്തോത്രം. കളപ്പുരയിൽ കൂട്ടിവെക്കുന്നത് എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷമുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ നിന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? നിന്നെ കൊണ്ട് കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം
നമ്മളെ അന്ത്യത്തോളം നടത്തുവാൻ മതിയായവനാണ്. ആവശ്യങ്ങളെല്ലാം നമുക്ക് സ്വർഗത്തിന്റെ കലവറ നമുക്ക് തുറന്നു കൊടുത്ത് ഒരു നഷ്ടവുമില്ലാതെ, ഒരു കഷ്ടവുമില്ല, ഒരു പ്രയാസമില്ലാതെ ദൈവം നിങ്ങളെ പുലർത്തും. ഏത് രോഗമായിക്കൊള്ളട്ടെ, ഏത് മരണാവസ്ഥ ആയിക്കൊള്ളട്ടെ, എല്ലാരാലും കൈവിട്ടോട്ട്, എല്ലാരാലും ഉപേക്ഷിക്കപ്പെടട്ടെ, ആരുമില്ലാതിരിക്കട്ടെ, ഒന്നുകൊണ്ടും വിഷമിക്കരുത്, ഒന്നുകൊണ്ടും വിഷമിക്കരുത്, ഒന്നുകൊണ്ടും വിചാരപ്പെടരുത്. അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങോട്ട് പോയി, എൻ്റെ വായും എൻ്റെ മൂക്കും എല്ലാം പൊത്തിയല്ലോ, ഇനി ഞാൻ എന്തുവാ ചെയ്യുന്നത്, ആരുടെത്തോട്ടാ പോകുന്നത്, വിചാരപ്പെടരുത്. അപ്പൻ മരിച്ചോ, വിചാരപ്പെടരുത്. അമ്മ മരിച്ചോ, വിചാരപ്പെടരുത്. ഭർത്താവ് മരിച്ചോ, ഭാര്യ മരിച്ചോ, ആര് മരിച്ചോട്ട് വിചാരപ്പെടരുത്. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഇത്രത്തോളം നടത്തിയ ദൈവം അന്ത്യത്തോളം നടത്തുവാൻ മതിയായവരാണ്. നടത്തിക്കൊണ്ട് ചെല്ലപ്പച്ച ഓരോ ഭവനത്തെയും ഓരോ വ്യക്തികളെയും നീ ബലപ്പെടുത്തിക്കാട്ട്. എല്ലാവരുടെ ജീവിതത്തിൽ കാണുന്ന വിചാരങ്ങൾ, ആ പ്രയാസങ്ങൾ, വേദനകൾ ഒന്ന് മാറ്റണമേ. ദൈവസ്നേഹത്തിൽ, ദൈവവചനത്തിൽ വേര് ഊന്നുവാൻ, ദൈവകൃപയിൽ നിൽക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൃപ തരണമേ എന്ന് നിന്റെ നാമത്തിൽ അപേക്ഷിക്കാൻ. ഒരുത്തർക്കും ഒരാപത്ത് വരരുത്, ഒരുത്തർക്കും ഒരു അനർത്ഥം വരരുത്, ഒരുത്തരും കഷ്ടപ്പെടുവാൻ, കണ്ണുനീര് കുടിക്കുവാൻ എന്റെ ദൈവം സമ്മതിക്കരുത്. കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്ന പച്ച, ഓ നിനക്ക് കഴിയാത്തത് ഈ ലോകത്തിൽ ഒന്നുമില്ല, നിനക്ക് അസാധ്യമായത് ഈ ലോകത്തിൽ ഒന്നുമില്ല. സകലവും നിനക്ക് സാധ്യമാകും, സകലവും നിനക്ക് സാധ്യമാകും. അപ്പച്ചാ, സകലവും നിനക്ക് സാധ്യമാകും. നിന്നെയും കൊണ്ട് കഴിയാത്തത്, നിനക്ക് അസാധ്യമായത് ഈ ലോകത്തിൽ ഒന്നുമില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്, ഞങ്ങളത് ഏറ്റെടുക്കുകയാണ്, ഞങ്ങളത് താവെ ഏറ്റെടുക്കുകയാണ്, വിശ്വസിക്കുകയാണ്. നിനക്ക് കഴിയാത്ത ഒന്നുമില്ല പച്ച, ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. എല്ലാം നിനക്ക് കഴിയും, എല്ലാം നിനക്ക് കഴിയും. എല്ലാത്തിനും നീ പ്രാപ്തനാണ്, എല്ലാത്തിനും നീ മതിയായവനാണ്, എല്ലാത്തിനും നീ മതിയായവനാണ്. എന്റെ ദൈവമേ, നീ സകലത്തിനും മതിയായവനാണ്, നീ സകലത്തിനും മതിയായവനാണ്, നീ സകലത്തിനും മതിയായവനാണ്. നിനക്ക് അസാധ്യമായത് ഒന്നും ഈ ലോകത്തിൽ ഇല്ല പച്ച. നിന്റെ തൃപ്പാദം ഞങ്ങളെ താഴ്ത്തുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, നീ കൂടെ ഇരിക്കണം, വഴി നടത്തണം, ആശ്വസിപ്പിക്കണം, കണ്ണീരെല്ലാം തുടയ്ക്കണം, മുറിവെല്ലാം പൊറിപ്പിക്കണം, രോഗങ്ങളെല്ലാം ശമിപ്പിക്കണം, പട്ടിണി കഷ്ടപ്പാടെല്ലാം മാറ്റണം. കർത്താവേ, കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മുഖത്ത് സ്വർഗത്തിന്റെ കലവറ തുറന്നു വയ്ക്കണം. ഒരു നാളും കഷ്ടപ്പാട്, പട്ടിണി വേണ്ട പച്ച. ഒരുത്തരും വിചാരപ്പെട്ട് ക്ഷീണിച്ചു പോകുവാൻ, തളർന്നു പോകുവാൻ, വിശ്വാസത്തോട് പുറമോട്ട് പോകുവാൻ, ദൈവസ്നേഹത്തിൽ നിന്ന് നശിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കരുത്. വിളിച്ചവന്റെ വിളി കേട്ട് വന്നവൻ നിശ്ചയമായും പുറമോട്ട് പോകാൻ ദൈവം സമ്മതിക്കരുത്. വിളിച്ചവൻ വിശ്വസനാണ്, അന്ത്യത്തോളം നടത്തുവാൻ പ്രാപ്തിയുള്ളവനാണ്, കൈപിടിച്ചവൻ കൈവിടാത്തവനാണ്. ആ ബോധ്യത ഞങ്ങൾക്ക് തരണമേ പച്ച. കൃപയിൽ നിൽക്കുവാൻ, ബലപ്പെട്ട് നിൽക്കുവാൻ, ശക്തി പ്രാപിക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ. അനേക വിഷയങ്ങളുടെ മുഖത്ത് കണ്ണുനീരോടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, വ്യാകുലപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, വിചാരപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, എന്ത് അറിയാതെ അന്തം വിട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് പച്ച, വഴിമുട്ടിപ്പോയ കുഞ്ഞുങ്ങളുണ്ട് പച്ച. അവരോടെല്ലാം ഈ ആലോചന അവരുടെ സന്തോഷത്തെയും അവർക്കൊരാനന്ദത്തെയും ധൈര്യത്തെയും കൊടുത്ത് അവരെ ശക്തീകരിക്കുവാൻ, എഴുന്നേറ്റ് നിവർന്നു നിൽക്കുവാൻ ദൈവം സഹായിച്ചാട്ട്. ആരും തളർന്നു പോകാൻ ദൈവം സമ്മതിക്കരുത്. നിന്റെ മുറിവേറ്റ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അത്ഭുതകരമായി, അതിശയമായി, ആശ്ചര്യമായി ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണം, നടത്തണം, കാത്തു സൂക്ഷിക്കണം, പരിപാലിക്കണം. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ അടിയനെ ബലപ്പെടുത്തണം. അതിന്റെ ശുശ്രൂഷകൾ കർത്താവ്, മറ്റുള്ള കർത്താവ് എല്ലാം, ഞങ്ങളുടെ ഭവനങ്ങൾ, കുഞ്ഞുങ്ങളെല്ലാം നീ കാത്തു സൂക്ഷിക്കണം. ഞങ്ങളുടെ ഇരിക്കുന്ന എല്ലാവരുടെ കരങ്ങളിലേക്ക് മറുപടി ഏൽപ്പിക്കുന്നു. ഇതിന്റെ സകല മഹത്വവും സകല മാനവും ദൈവത്തിന് താവേ എന്നെ താഴ്ത്തുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. നിശ്ചയമായി ഈ അധ്യായം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. എൻ്റെ മേലെ താഴെയുള്ള അധ്യായവാസന വാക്യങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി ബലപ്പെടുക, ഒന്നുകൊണ്ട് വിചാരപ്പെടുക. കർത്താവ് നടത്തും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ്.